ഓക്കെ, അപ്പം ഗുഡ് ഡേ ടു ആൾ. അപ്പം നമുക്ക് ഇന്ന് ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചത് ഹാമിംഗ് കോഡാണ്. അതേപോലെ തന്നെ വേറൊരു കോഡ്സാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. സോ ഹാമിംഗ് കോഡിൽ യൂസ് ചെയ്ത മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് മോഡൽ ടൈപ്പ് ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സ് മോഡൽ ടൈപ്പ് മാറി ഒരു പോളിനോമിയൽ കോൺസെപ്റ്റിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോൺസെപ്റ്റും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. ബട്ട് the mathematical model that we are going to use is പോളിനോമിയൽ, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും. നേരത്തെ നമ്മൾ ചെയ്തത് മെട്രിക്സ് രീതിയിലാണ്. അതേ ഉള്ളൂ മെയിൻ വ്യത്യാസം എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ ഹാമിംഗ് കോഡിൽ ഒരു ഹാമിംഗ് കോഡ് ആവണമെങ്കിൽ ഒരു 4 ക്രൈറ്റീരിയ നമ്മൾ കണ്ടായിരുന്നു. ദ റിലേഷൻ ഓഫ് n എന്താണ്, ഹൗ ഇറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് അപ്പോൺ ക്യൂ ആൻഡ് ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് കെ. അപ്പം മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് 3 കൂടുതലാണെന്ന് അങ്ങനെ കുറേ കണ്ടീഷൻ പറഞ്ഞു ടു മേക്ക് ദാറ്റ് ലീനിയർ കോഡ് ടു ബി എ ഹാമിംഗ് കോഡ് എന്ന് പറഞ്ഞു. സിമിലർലി നമ്മൾ സൈക്ലിക് കോഡ്സ് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ നമ്മൾ പറയുന്നത് സൈക്ലിക് ആണെങ്കിൽ മെയിൻലി 2 കണ്ടീഷനാണ് വേണ്ടതെന്ന് പറഞ്ഞു. ലീനിയർ പ്രോപ്പർട്ടിയും വേണം, സൈക്ലിക് പ്രോപ്പർട്ടിയും വേണം. ലീനിയർ പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി തന്നെയാണ് ഹാമിംഗ് കോഡിലെ. 2 കോഡ് വേർഡും കൂട്ടിക്കഴിഞ്ഞാൽ അതും ഒരു കോഡ് വേർഡ് തന്നെ ആയിരിക്കണം. അതാണ് ഫസ്റ്റ് ലീനിയർ പ്രോപ്പർട്ടി. അത് ലീനിയർ ബ്ലോക്കോഡ്സ് വരുന്ന എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടിയാണ്. രണ്ടാമത്തെ തന്നെ സൈക്ലിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഡ് വേർഡ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുക. നിങ്ങൾ മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രോസസ്സറിലോ നമ്മൾ ലെഫ്റ്റ് ബിറ്റ് റൊട്ടേറ്റ്, റൈറ്റ് ബിറ്റ് റൊട്ടേറ്റ്, അതേപോലെ ഷിഫ്റ്റിംഗ് പഠിച്ചില്ല. അപ്പോൾ അതേപോലെ കോഡ് വേർഡ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യോ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്നതും ഒരു കോഡ് വേർഡ് തന്നെയായിരിക്കും. സോ 2 കോഡ് വേർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് വേർഡാണ്, അതേപോലെ തന്നെ ഷിഫ്റ്റ് ചെയ്താലും കോഡ് വേർഡ്. ഇതാണ് നമ്മുടെ സൈക്ലിക് കോഡ് വേർഡിൻ്റെ മെയിൻ കണ്ടീഷൻ. പിന്നെ ഞാൻ പറഞ്ഞു സൈക്ലിക് കോഡ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ മോഡലാണ്. മാത്തമാറ്റിക്കൽ മോഡൽ ഇവിടെ യൂസ് ചെയ്യുന്നത് പോളിനോമിയലാണ്. സോ നമ്മളിപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെല്ലാം ഇപ്പം പോളിനോമിയൽ കോൺസെപ്റ്റിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ പോളിനോമിയൽ റെപ്രസെൻ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിനോമിയൽ ഫോം ആയിരിക്കും. ആ പോളിനോമിയൽ ഫോമിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിരിക്കും നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ അപ്പോൾ നമ്മളിപ്പം ലെറ്റ്സ് സേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മെറ്റീരിയൽ നോട്ട്സ് എല്ലാം ഞാൻ ഓൾറെഡി ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഇത് സിമ്പിൾ ഫോം ആണ്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ സത്യനാരായണ ടെക്സ്റ്റും കൂടെ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ മോർ ജനറൽ ഐഡിയ അബൌട്ട് വാട്ട് ഇസ് ITC. സോ ലെറ്റ്സ് നമുക്ക് എക്സ് എന്ന് പറയുന്നത് കോഡ് വെക്ടർ ആയിട്ട് അസ്യൂം ചെയ്യാം. അത് നമുക്ക് ഓൾറെഡി അറിയാം അത് n ബിറ്റ് ആണെന്ന്. ഇത് നമ്മൾ ഹാമിംഗ് കോഡ് പഠിച്ചതിൻ്റെ കുറേ കോൺസെപ്റ്റുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി പോയിന്റ് ഇനി സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ആർക്ക്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്മളൊരു സാമ്പിൾ സ്പേസ് അവിടെ എഴുതിയതുപോലെ ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു പാറ്റേൺ കോഡ് എഴുതിയിരിക്കുകയാണ്. ഫ്രം MSB to LSB എന്നുള്ള രീതിയിൽ അതിൻ്റെ കോയിഫിഷ്യൻ എഴുതിയിരിക്കുകയാണ്. എക്സ് ഓഫ് n-1, ടോട്ടൽ n ഉണ്ടെങ്കിൽ n-1 തുടങ്ങി 0 വരെ പോകും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ പ്രോപ്പർട്ടി, ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പോലെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ്, MSB to LSBയിലോട്ട് മാറ്റുന്നു. അതായത് എക്സ് n-1 എന്നുള്ളത് നമ്മൾ x0ൻ്റെ സ്ഥാനത്തിലോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അവിടെ അപ്പൻഡ് ചെയ്ത് വിടുന്നു. സോ നമ്മൾ x-1 എന്ന് പറഞ്ഞാൽ അവസാനം x0 കഴിഞ്ഞ് എഴുതി. സോ ഫസ്റ്റ് ഇവിടുത്തെ വാല്യൂ ഇത് ഫസ്റ്റ് വാല്യൂ ആവും. അതാണ് ഇവിടെ പുതിയ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള എക്സ് എഴുതിയത്. അതിന് എക്സ് ഡാഷ് എന്ന് പറയും. അപ്പോൾ അത് xn-2, xn-3 അങ്ങനെ അവസാനം xn-1 എന്നുള്ള രീതിയിൽ പോയി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോഡ് വേർഡ് എന്ന് പറയുന്നത് എക്സ് നമ്മൾ പോളിനോമിയൽ ആണെന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തു. സോ നമ്മൾ പറഞ്ഞ ഇപ്പോഴത്തെ മാത്തമാറ്റിക്കൽ മോഡൽ പോളിനോമിയൽ ഫോമാണ്, മെട്രിക്സ് അല്ല. സോ എക്സ് ഓഫ് പി എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്ത് പറയുന്നത്. മറ്റേത് എക്സ് എന്ന് പറയുന്നത് നേരത്തെ ഒരു മെട്രിക്സ് രൂപത്തിൽ എഴുതുമായിരുന്നു. ഇപ്പോൾ പോളിനോമിയൽ ഫോമിൽ എഴുതും. ആ പോളിനോമിയൽ ഫോമിൽ എഴുതുന്നത് വേറെ ഒന്നുമല്ല, ആ ഇത് എക്സ് എന്ന് പറയുന്നത് ഇത് വാല്യൂ ആണ്, എക്സ് ഓഫ് n-2. അപ്പോൾ ആ കോയിഫിഷ്യൻ വാല്യൂ ഇവിടെ എഴുതി. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് PN എന്നുള്ള രീതിയിൽ നമ്മൾ കോഡ് ഇത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു വാല്യൂ ആണ്, വേരിയബിൾ ആണ്. എക്സ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അതെ സാർ. ഓക്കെ, സോ ഇനി നമ്മൾ അടുത്തത് നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഇക്വേഷൻ ആണ്. നമ്മൾ x is equal to
എം പി എന്ന് പറഞ്ഞു, അല്ല സോറി, എക്സ് ഇസ് ഈക്വൽ ടു എം ജി സി ഇസ് ഈക്വൽ ടു എം പി എന്ന് പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞില്ലേ? അത് പഠിച്ച ഓർമ്മയുണ്ടോ കഴിഞ്ഞ ഹാമിംഗ് കോഡിൽ? അഞ്ജലി ഉണ്ടായിരുന്നോ ഹാമിംഗ് കോഡ് പഠിച്ചപ്പോൾ? ഇല്ലായിരുന്നു തോന്നുന്നു, അതായിരിക്കും ഉണ്ടായിരിക്കും. സോ അവിടെ നമ്മൾ പഠിച്ച ആ സെയിം റിലേഷൻ ആണ്, എക്സ് ഇസ് ഈക്വൽ ടു എം പി എന്നുള്ള രീതിയിൽ, വേറെ എം ഇസ് ദ മെസ്സേജ്, ജി ഇസ് ദ ജനറേറ്റർ എന്ന് പറഞ്ഞു. അവിടെ ജനറേറ്റർ മെട്രിക്സ് എന്ന് പറഞ്ഞു, ഇവിടെ ജനറേറ്റർ പോളിനോമിയൽ പറയാം. അതാണ് വ്യത്യാസം. ഇതിപ്പം എക്സ് എന്ന് പറയുന്നത് കോഡ് വെക്ടറായിട്ട് നേരത്തെ പറഞ്ഞു, ഇത് കോഡ് വെക്ടർ പോളിനോമിയലാണ്. പി എന്ന് പറയുന്നത് വേരിയബിൾ ആയിട്ട് അസ്യൂം ചെയ്യുന്നു. എം എന്ന് പറയുന്നത് മെസ്സേജ് ആണ്, എം ഓഫ് പി എന്ന് പറയുന്നത് മെസ്സേജ് വെക്ടർ പോളിനോമിയലാണ്. സോ മെയിൻ ഡിഫറൻസ് ഇസ് വി ആർ ചേഞ്ചിങ് ദിസ് മെട്രിക്സ് ടു എ പോളിനോമിയൽ ഫോമിലായിട്ട് നമ്മൾ മാറ്റുന്നുള്ളൂ. സോ ഒരു ജസ്റ്റ് ഒരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. സോ ക്വസ്റ്റ്യനിൽ നമ്മൾ എപ്പോഴും ജനറേറ്റർ മെട്രിക്സ് ആയിരിക്കും തന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ തരുന്നത് നമ്മളൊരു സൈക്ലിക് കോഡിലെ ജനറേറ്റഡ് പോളിനോമിയലാണ്. അപ്പം നിങ്ങൾക്കൊരു ചലഞ്ചിങ് ആയിട്ട് വരേണ്ടത്, ഒരു പോളിനോമിയൽ ആണെങ്കിൽ അതിനെങ്ങനെ നമുക്ക് എഴുതിയെടുക്കാം. തിരിഞ്ഞാണല്ലോ വന്നിരിക്കുന്നത്. ഒരു സെക്കൻഡ്. എന്തെന്ന് അറിയത്തില്ല, കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ പോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് 7,4 എന്ന് പറയുന്ന ഒരു സൈക്ലിക് കോഡാണ്. അതിൻ്റെ ജനറേറ്റഡ് പോളിനോമിയൽ എന്ന് പറയുന്നത് പി ക്യൂ പ്ലസ് പി പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വേരിയബിൾ ആണ്, അതിൻ്റെ പൊസിഷൻ ആണെന്ന് പറയാം. ഇത് P0 എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനാണ്. അപ്പം അതേപോലെ നമ്മളത് തന്നിട്ടുണ്ട്. സോ ഇതിൽ പറയുന്നത് നമ്മൾ കോഡ് വെക്ടർ ആണ് എഴുതേണ്ടത്, അതായത് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. സോ നമ്മൾ ക്വസ്റ്റ്യൻ ഓൾറെഡി എന്താ പറയുന്നത് 7,4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബ്ലോക്ക് സൈസ് n ആണ്, അതിൻ്റെ വാല്യൂ 7 ആണ്, മെസ്സേജ് എന്ന് പറയുന്നത് k ആണ്, kയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ ഇത്രയും ലീനിയർ ബ്ലോക്ക് കോഡ്, പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്നത് സൈക്ലിക് കോഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എം പി എന്ന് പറഞ്ഞാണ്. പക്ഷേ ഇവിടെ നമ്മൾ പോളിനോമിയൽ ഫോമിലാണ് എഴുതുന്നത്. പോളിനോമിയൽ ഫോമിൽ എഴുതുമ്പോഴത്തേക്ക് ഇവിടെ കെയുടെ വാല്യൂ 4 ആയത് കാരണം വി ഹാവ് 2 raised to 4 കോമ്പിനേഷൻസ്. സോ ഫസ്റ്റ് കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ 0 0 0 0 കാണും, ലാസ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ 1 1 1 കാണും. അത്രയുള്ള നമ്മൾ മെസ്സേജ് പോളിനോമിയൽസ് ലെങ്ത് കാണും. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ജസ്റ്റ് നോക്കി എഴുതുവാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഏതെങ്കിലും ഒരു ആർബിട്രറി വാല്യൂ നോക്കാം. ഒരു എമ്മിൻ്റെ വാല്യൂ 0 1 0 1 എന്ന് പറഞ്ഞ രീതിയിൽ നോക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മെസ്സേജ് പോളിനോമിയൽ എഴുതുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കാം, എന്നാലല്ലേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലെറ്റ്സ് സേ ദാറ്റ് ഇറ്റ്സ് 0 1 0 1 എന്ന് പറഞ്ഞൊരു ഫോമാണ് എഴുതുന്നത്. അത് പോളിനോമിയൽ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പാറ്റേൺ ഓർത്ത് വെച്ചേക്കുക, LSB to MSB. അതായത് ഇവിടെ 0 പൊസിഷൻ, 1 പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ ആൻഡ് തേർഡ് പൊസിഷൻ. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് P0 എന്ന് പറയുന്നത്. സോ ഇവിടെ P0 എന്ന് പറഞ്ഞ ഒരു എലമെന്റ്, അത് P1 P2 ആൻഡ് P3. അപ്പോൾ ഈ ഒരു എലമെന്റ് ഉണ്ടോ? ഇവിടെ 0 എന്ന് പറയുന്ന എലമെന്റ് ഇല്ല, നേരെ മറിച്ച് ഈ 2 എന്ന് പറയുന്നതുകൊണ്ട് 0 എന്ന് പറയുന്നുണ്ട്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുവാണെങ്കിൽ ദിസ് 2 വിൽ ബി ദർ ആൻഡ് 0 വിൽ ബി ദർ. സോ ഇറ്റ് വിൽ ബി P² പ്ലസ് P raised to 0 ആണ്. P raised to 0 എന്ന് പറയുന്നത് എന്താണ്? 1 അല്ലേ? അപ്പം നമ്മളിങ്ങനെ എഴുതും. ക്ലിയർ ആയോ എല്ലാവർക്കും? സോ മെസ്സേജ് polynomial is P² plus 1 for message 0 1 0 1. ക്ലിയർ ആയോ എല്ലാവർക്കും? എഴുതുന്ന രീതി മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണ് സാർ. ഓക്കെ, താങ്ക് യു അഞ്ജലി. അപ്പോൾ അടുത്തത് നമ്മൾ എന്താ പറയുന്നത്, എക്സ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു പി എന്ന് പറഞ്ഞു. സോറി, എക്സ് ഇസ് ഈക്വൽ എം ഇൻറ്റു ജി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോളിനോമിയൽ അതുകൊണ്ട് പി ആണ്, എക്സ് ഓഫ് പി ആണ്, ഇസ് ഈക്വൽ ടു എം ഓഫ് പി ഇൻറ്റു ജി ഓഫ് പി ആണ്. ക്വസ്റ്റ്യൻ ഓൾറെഡി ജി ഓഫ് പി തന്നിട്ടുണ്ട്.
അപ്പോൾ അത് ഇതാണ് പി ക്യൂ പ്ലസ് പി പ്ലസ് വൺ. സോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഏത് മെസ്സേജ് ആണോ എടുക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിനോമിയൽ എഴുതുക. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടു, പി സ്ക്വയർ പ്ലസ് വൺ ആണ് കണ്ടുപിടിച്ചു. ദാറ്റ് വിൽ ബി മൾട്ടിപ്ലൈഡ് വിത്ത് പി ക്യൂ പ്ലസ് പി പ്ലസ് വൺ ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫുൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഫുൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ഇതെല്ലാം അഡിഷൻ നോക്കുവാണെങ്കിൽ, അല്ലാത്ത രീതിയിൽ അഡിഷൻ നോക്കുവാണെങ്കിൽ അത് എക്സോർ അഡിഷൻ ആണ്. സോ ഇവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ രണ്ട് P3 ഉണ്ട്. സോ രണ്ട് P3 ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്താണ് പോകുന്നത്. 2P3 എന്ന് എഴുതത്തില്ല. വൈ? ബിക്കോസ് P3 ഇൻറ്റു കോമൺ ആയിട്ട് എഴുതുകയാണെങ്കിൽ 1 XOR 1 ആണ്. 1 XOR 1 എന്ന് പറയുമ്പോൾ 0 ആണ്. സോ P3 എന്ന് പറഞ്ഞ ടേം ക്യാൻസൽ ആയി പോകും. സോ എ സിമിലർ ടേം കംസ്, വി ക്യാൻ ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ. സോ റിമൈനിങ് ടേം എന്ന് പറയുന്നത് P⁵ P സ്ക്വയർ പ്ലസ് P പ്ലസ് 1 എന്നാണ്. അതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള മെസ്സേജ് പോളിനോമിയൽ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എനി ആർബിട്രറി വാല്യൂ m, ദാറ്റ് ഇസ് 0 1 0 1, അതിന് നമ്മൾ ജനറേറ്റഡ് പോളിനോമിയലായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എക്സ് ഓഫ് പി കണ്ടുപിടിച്ചത്. സോ നമുക്ക് ഈ 16 ഉണ്ടെങ്കിൽ ആ 16 അങ്ങനെ തന്നെ കണ്ടുപിടിക്കണം, അല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? ആണ് സാർ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ കിട്ടിയത്, നമ്മൾ അടുത്തൊരു ടേം മെൻഷൻ ചെയ്യുന്നത്, ഇപ്പം എനിക്കിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയത് ഞാൻ ആ റിസൾട്ട് തന്നെ എഴുതാം. ദിസ് P⁵ പ്ലസ് പി സ്ക്വയർ പ്ലസ് പി പ്ലസ് 1 ആണ് നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മളിത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത് എക്സ് ഓഫ് പി ആണ് നമുക്ക് കിട്ടിയത്. അപ്പം ഞാൻ ഇതിനൊന്ന് റീപ്ലേസ് ചെയ്ത് മേളിൽ തന്നെ എഴുതാം. സമയം കിട്ടുന്നത് മേളിൽ എഴുതാം. ഓക്കെ, അപ്പം ഞാൻ ഈ ടേമിനാണ് ഇനി ഇവിടെ എഴുതാൻ പോകുന്നത്. ബട്ട് കണ്ടീഷൻ ഇസ് വി ആർ ചെക്കിംഗ് ഫോർ എ സൈക്ലിക് കോഡ് ഓഫ് 7,4 ആണ്. സോ 7,4 എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ 7 ആണ്. സോ പോളിനോമിയൽ എഴുതുമ്പം എക്സ് ഓഫ് പി എഴുതുവാണെങ്കിൽ അതിൽ വരുന്ന ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് n-1 ആണ്. സോ P⁵ പ്ലസ് P⁵ പ്ലസ് P⁴ അങ്ങനെ P⁵ 0 എന്നുള്ള രീതി വരും. P⁵ നമുക്ക് 1 ആയിട്ട് എഴുതാം. അപ്പോൾ ഈ ഒരു ടേമിൽ വരണം. സോ ദ ഫൈനൽ ടേം ഇറ്റ് ഷുഡ് ബി P⁵ ആണ്. പക്ഷെ നമുക്കിവിടെ കിട്ടിയ വാല്യൂ എന്താണ്? P⁵ തുടങ്ങിയത്. സോ P⁵ വാല്യൂ 0 ആണ്. സോ അങ്ങനെ എടുത്ത് എഴുതുവാണെങ്കിൽ ദാറ്റ് വിൽ ബി, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ P⁵ ഇല്ല. സോ P⁵ ഇല്ലാത്തതുകൊണ്ട് 0 P⁵ എഴുതി. വൈ? ബിക്കോസ് വി നീഡ് ടു നോ ദാറ്റ് ദിസ് കോഎഫിഷ്യന്റ് ഇസ് 0. സോ അത് നമ്മൾ എഴുതുവാണെങ്കിൽ ഒരു 0 ഇടാൻ മറക്കരുത്. അതായത് ഫൈനൽ റിസൾട്ടിൽ 1 0 0 1 1 1 എന്ന് മാത്രം എഴുതി വെക്കരുത്. ബിക്കോസ് ഇത് 6 ബിറ്റ് ആയുള്ളൂ. പക്ഷെ നമുക്ക് എത്ര എണ്ണാണ്? 7 എണ്ണാണ് വേണ്ടത്. സോ ഫ്രണ്ടിൽ ഒരു 0 ഇട്ടിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക എക്സിൻ്റെ വാല്യൂ. സോ പിൻ്റെ വാല്യൂ എന്താണെന്ന് എഴുതുക? പി ഓഫ് എക്സ് ഓഫ് പി എന്ന് എഴുതുക. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കോഡ് വെക്ടർ എഴുതുമ്പോൾ എക്സിൽ തന്നെ എഴുതണം. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള കോഡ് വേർഡ് എക്സ് ഫോർ മെസ്സേജ് 0 1 0 1. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ ആണ് സാർ. സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഓരോന്നും ഓരോ വാല്യൂസും നമുക്ക് ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ എഴുതണം. ഇപ്പം ഞാൻ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത് ഒരു എമ്മിൻ്റെ വാല്യൂ ആണ്. അതേപോലെ 16 എണ്ണവും കണ്ടുപിടിക്കണം. അപ്പോൾ 16 എണ്ണവും അതിൻ്റേതായിട്ടുള്ള എക്സ് ആണ്. സോ കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യുക. അപ്പം ഇതാണ് നമ്മളൊരു ബേസിക് ഫോം ഓഫ് നമ്മൾ എക്സ് എന്ന് പറഞ്ഞ രീതിയിൽ. അതൊരു ടേബിൾ ഓഫ് ഫോമിൽ എഴുതിയാൽ നമുക്ക് ഓക്കെ ആണ്, കംപ്ലീറ്റ് ആയി. ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ എല്ലാവർക്കും? അടുത്തതിലോട്ട് പോവാമോ? ഓക്കെ ആണ് സാർ. ഓക്കെ, അടുത്ത നമ്മൾ ഈവൻ ഹാമിംഗ് കോഡ് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ ചെക്ക് ബിറ്റ്സ് കണ്ടുപിടിച്ച ഓർമ്മയുണ്ടല്ലേ? C = MP എന്ന് പറഞ്ഞിട്ട് ചെക്ക് ബിറ്റ്സ് C = MP. അപ്പോൾ അതേപോലത്തെ ഉള്ളതാണ് നമ്മൾ ഇനി അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അതൊരു സിസ്റ്റമാറ്റിക് രീതിയിലാണ്. അത് നമ്മളിവിടെ ഒരു ഇപ്പോഴത്തുള്ള ഫംഗ്ഷൻ കാണാം. നമ്മൾ നേരത്തെ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത്, ഇപ്പോൾ അവിടെ ഒരു ഡിവിഷനാണ് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും ചെക്ക് ബിറ്റ്സ് കണ്ടുപിടിക്കുന്നത്. സോ ചെക്ക് ബിറ്റ്സ് നോക്കുകയാണെങ്കിൽ
നമ്മൾ അതിൻ്റെ തന്നെ ഒറ്റയടിക്ക് തന്നെ അതിൽ നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് എക്സ്. നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ചത് നോൺ സിസ്റ്റമാറ്റിക് മെത്തേഡാണ്. നോൺ സിസ്റ്റമാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ പോളിനോമിയൽ ഫോമിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചു. അത് വലിയ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് മെത്തേഡാണ് ഈ രീതിയിൽ കാണിച്ചിരിക്കുന്നത്. സോ ഫൈനലി ഒരു മെസ്സേജ് സിംബൽസിന് അതൊരു ഒറ്റയടിക്ക് നമ്മൾ ഇങ്ങനെ എഴുതും. യൂസിങ് ദ മെസ്സേജ് ഓർ ദ ചെക്ക് ബിറ്റ്സ് CP. അതാണ് നമ്മൾ ഇനി അടുത്ത കാണാൻ പോകുന്നത്. ഓക്കെ ആണോ? ഒരു ഓവറോൾ ഐഡിയ കിട്ടിയോ? കിട്ടിയോ? കിട്ടിയായിരുന്നോ ഇപ്പൊ പറഞ്ഞത്? സിസ്റ്റമാറ്റിക്, നോൺ സിസ്റ്റമാറ്റിക്. അപ്പം ഇനി അടുത്ത പറയാൻ പോകുന്നത് സിസ്റ്റമാറ്റിക് രീതിയിൽ നമുക്ക് ഇതിന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു റിലേഷനായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മൾ ചെക്ക് ബിറ്റ്സ്. ചെക്ക് ബിറ്റ്സിൻ്റെ സൈസ് എപ്പോഴും ക്യൂബിറ്റ് ആയിരിക്കും. ക്യൂ എന്ന് പറയുന്നത് എന്താണ് ഇക്വേഷനിൽ? n-k ആയിരിക്കും. അപ്പം ആ സൈസിൽ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ CP ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ CP കണ്ടുപിടിക്കേണ്ടുള്ള റിലേഷൻ ഇതാണ്. സോ P എന്ന് പറയുന്നത് നമ്മൾ ഏത് വേരിയബിളാണ് കൺസിഡർ ചെയ്യുന്നത്, ആ വേരിയബിൾ ആണ് P എന്ന് പറയുന്നത്. സോ നമ്മളിപ്പം C ഓഫ് P എന്ന് പറയുന്നത് എലമെന്റ് എന്ന് പറഞ്ഞാൽ P ആണ്. സോ ആ P എന്ന് പറയുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ലെറ്റ്സ് സേ ദാറ്റ് ഐ എം യൂസിങ് എ സൈക്ലിക് കോഡ് ഓഫ് 7,4. ഇതിലുള്ള ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഫസ്റ്റ് P raised to Q എന്ന് എഴുതുവാണെങ്കിൽ ദ CP വിൽ ബി ദ റിമൈൻഡർ ഓഫ് P raised to 3 എന്ന് എഴുതും. ഈ 3 എന്ന് പറയുന്നത് ഈ Q ആണ്, 3 വാല്യൂ ആണ്. പിന്നെ തന്നിരിക്കുന്ന ഏത് മെസ്സേജ് ആണോ ആ മെസ്സേജ് പോളിനോമിയൽ എടുത്ത് എഴുതുക, ഡിവൈഡഡ് ബൈ ജനറേറ്റഡ് പോളിനോമിയൽ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ ആണ് നമുക്ക് അതിൻ്റെ ചെക്ക് ബിറ്റ്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കത് താഴെ നോക്കാം. ഇപ്പം നമ്മൾ സിയുടെ വാല്യൂ 3 ആണെന്ന് പറഞ്ഞു വെച്ചു. എന്നിട്ട് നമ്മളൊരു പോളിനോമിയൽ ഒരു മെസ്സേജ് എടുത്തു. നമ്മൾ നേരത്തെ എടുത്ത മെസ്സേജാണ് 0,1 എന്ന് പറഞ്ഞ മെസ്സേജാണ്. സോ അതിനുള്ള പോളിനോമിയലിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് P² + 1 ആണ്. P² എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0,1 ആണെങ്കിൽ ഇതിൻ്റെ ടേം എന്ന് പറയുന്നത് P raised to 0, P raised to 1, P raised to 2, P raised to 3 ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കുള്ള എലമെന്റ് ഈ P0 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്, P² എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്. സോ ഇതിനെ കൺവേർട്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ P² + P raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഫോർ ദ മെസ്സേജ് 0,1,0,1 ദ പോളിനോമിയൽ ഇസ് P² + 1 എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യും. അപ്പം നമ്മുടെ ആ ടേം ആണ് നമ്മളിവിടെ M of P എന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെ എഴുതിയിട്ടുള്ളത്, സ്ക്വയർ ബ്രാക്കറ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ ജനറേറ്റർ പോളിനോമിയൽ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് എഴുതി. ഇത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. സോ വി ഗോട്ട് P raised to 5 + P³ കിട്ടി. എന്നിട്ട് താഴത്തുള്ള വാല്യൂ കിട്ടി. പിന്നെ ഇതിനെ നമ്മൾ ഫുൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. സോ ദാറ്റ് ഇറ്റ് ഈസ് ഈസി ഫോർ ഡിവൈഡ്. അപ്പോൾ ഇവിടെ ഫുൾ എഴുതി, നമ്മളിവിടെ P² ഇത് ഫുൾ എഴുതി. അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ഡിവൈഡ് ചെയ്യാനുള്ള ആ P² P³ + 0P + അത് എഴുതി ജനറേറ്റർ പോളിനോമിയൽ എഴുതി. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ റിലേറ്റ് ചെയ്തു, ഇത് ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ P³ കിട്ടും. സോ അത് നമ്മൾ എഴുതിയതിന് ശേഷം നമ്മൾ നോക്കേണ്ടത് ഇതെല്ലാം XOR അഡീഷൻ ആണ്. അവിടെയാണ് ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത്. XOR അഡീഷൻ ആകുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം അവൈലബിൾ ആണെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. സോ P raised to 5 ഇല്ല, ഓൾറെഡി P4th ടേം ഇല്ല, P³ ടേം ഉണ്ട്, 2 ഉള്ളതുകൊണ്ട് 0 ആയി. ഇവിടെ മേളിൽ P² ടേം ഇല്ല, ഒന്നേ ഉള്ളൂ. സോ വി ഹാവ് P² + 0P + 0 എന്ന് പറഞ്ഞ രീതിയിലാണ്. അപ്പം നമുക്ക് വീണ്ടും ടേം നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ഓൾറെഡി ലെസ് ആണ്. സോ നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത് P² + 0P + 0 ആണ്. സോ P² എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റ് C of P എഴുതുകയാണെങ്കിൽ യു ഗോട്ട് ദാറ്റ് ഇറ്റ് ഇസ് P² + 0P + 0. അപ്പോൾ ഇത് ഈ എലമെന്റ് ഇപ്പോൾ ടോട്ടൽ 3 ബിറ്റാണ് ഉള്ളത്, അതായത് 0, 1, 2 എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ബിറ്റായിട്ട് എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് എലമെന്റ് 0, 0, 0. ഇതാണ് CP എന്ന് പറയുന്നത്. ആൻഡ് CP ഇസ് ദ വാല്യൂ ഇസ് ടോട്ടലി Q bits. Qയുടെ വാല്യൂ ഇവിടെ 3 ആണ്. സോ അങ്ങനെ നമുക്ക് CP കിട്ടി. ഓക്കെ ആണോ എല്ലാവർക്കും? ഇത്ര ഓക്കെ ആണോ? CPയുടെ വാല്യൂ കിട്ടിയത്. സോ നമ്മൾ കണ്ടുപിടിച്ചത് മെസ്സേജ് ഫോർ ദ മെസ്സേജ് 0,1,0,1 വി ഗോട്ട് ദറ്റ്
ചെക്ക് ബിറ്റ്സ് പാരിറ്റി ഇല്ലല്ലോ, ചെക്ക് ബിറ്റ്സ് ആസ് സി ആസ് 1 0 0 എന്ന് കിട്ടി. സോ നമ്മൾ നേരത്തെ എക്സ് എഴുതാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്പൻഡിങ് ബോത്ത് എം ആൻഡ് സി. സോ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് M1 M2 അങ്ങനെ എഴുതുവാണെങ്കിൽ ഫസ്റ്റ് മെസ്സേജ് വെക്ടേഴ്സ് ഇപ്പോൾ ടോട്ടൽ M2 M3 M4 ഉണ്ട്. അതേപോലെ C1 C2 C3 ഉണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഓരോ ബിറ്റാണ്. ഇത് ടോട്ടൽ സൈസ് Q, ഇത് ടോട്ടൽ സൈസ് K. അതാണ് ഇത് ഞാൻ ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 0 1 0 1. അതാണ് നമ്മുടെ ആദ്യത്തെ മെസ്സേജ് സിമ്പിൾ. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചെക്ക് ബിറ്റ്സ് കിട്ടിയത് 1 0 0. ഓക്കെ ആണോ? സോ ഇതാണ് നമ്മുടെ കോഡ് വെക്ടർ എക്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ കിട്ടി. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള രീതിയിൽ ബാക്കിയുള്ള കോഡ് വേർഡ്സ് നമുക്ക് അതേപോലെ കണ്ടുപിടിച്ച് എഴുതിയെടുക്കാവുന്നതാണ്. ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ എല്ലാവർക്കും? So we will now check the generator, how to generate generator and parity check matrix if you are given with a cyclic code. അപ്പോൾ അതിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ജനറേറ്റഡ് പോളിനോമിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം പി റേസ് ടു ഇങ്ങനെയുള്ള രീതിയിൽ എഴുതാൻ വിചാരിക്കുക. വേർ ദ പി റേസ് ടു ക്യൂ and p raised to q minus 1 is actually the total number of symbols. അപ്പോൾ അതിൽ നമ്മൾ എഴുതിയിരിക്കുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ജനറേറ്റഡ് പോളിനോമിയൽ എന്ന് പറയുന്നത് ജനറേറ്റഡ് മെട്രിക്സ് ജി എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരുന്നത്? k rows and n columns ആണ്. സോ ഇറ്റ് വിൽ ബി ഓഫ് k rows and n columns ആണ് നമുക്ക് അതിൻ്റെ മെട്രിക്സ് വരുന്നത്. സോ അതിൻ്റെ ജനറേറ്റഡ് പോളിനോമിയൽ എങ്ങനെ എഴുതാമെന്നാണ്. സോ ജനറേറ്റഡ് പോളിനോമിയൽ എഴുതിയിരിക്കുന്നത് പി റേസ് ടു ക്യൂ എന്നുള്ള ഫോമാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ അതിനെ നമ്മൾ സൈക്ലിക് കോഡായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് എഴുതുന്നതാണ്. സോ വി വിൽ സീ ഇൻ ഷോർട്ട്ലി. മെയിൻ തിങ് അറിഞ്ഞിരിക്കേണ്ടത് ഈ ജനറേറ്റർ മെട്രിക്സും അതേപോലെ തന്നെ പാരിറ്റി ചെക്ക് മെട്രിക്സിൻ്റെ ആ ഒരു സൈസ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ. സോ അതായത് ജി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഓഫ് ബോത്ത് ഇങ്ങനെയൊക്കെ എഴുതാം. ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സും പാരിറ്റി വെച്ച് എഴുതിക്കൂടെ? ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് എഴുതാം, പാരിറ്റി എഴുതാം. അതേപോലെ എച്ച് എന്ന് പറയുന്നത് ഒരു പാരിറ്റിയുടെ ട്രാൻസ്വേഴ്സ് എഴുതാം, ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് എഴുതാം. ഇങ്ങനെയല്ലേ നമ്മൾ ആദ്യം പഠിച്ചത്. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇവിടെ എഴുതുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി കെ ബൈ കെ ആൻഡ് ഇറ്റ് വിൽ ബി പി എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ബൈ ക്യൂ ആയിരിക്കും. അതേപോലെ ഇത് നമ്മൾ എഴുതുകയാണെങ്കിൽ തിരിച്ച് ക്യൂ ബൈ കെ ആൻഡ് ഇറ്റ് വിൽ ബി ക്യൂ ബൈ ക്യൂ ആയിരിക്കും. അല്ലേ? ശരിയല്ലേ? ശരിയാണോ? പാരിറ്റി വിൽ ബി ക്യൂ ബൈ എൻ. ഞാനിപ്പോൾ എഴുതിയതെല്ലാം കറക്റ്റാണോ? എനിക്കും തെറ്റിപ്പോവാം, കുറേ കാര്യങ്ങൾ മനസ്സിൽ ഓടുന്നതുകൊണ്ട് എനിക്കും തെറ്റിപ്പോവാം. സോ തെറ്റുപറ്റുകയാണെങ്കിൽ പ്ലീസ് ഡു കറക്റ്റ് മീ ആസ് വെൽ. ഇത്ര ഓക്കെ എഴുതിയാണോ? ഒരു ബേസ് ആണിത്. അപ്പം തെറ്റിപ്പോകാതിരിക്കാൻ ഇങ്ങനത്തുള്ള രീതിയിൽ എഴുതി വെച്ചേക്കാം. ഇത് നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ഈ ഒരു റിലേഷൻ കാണുന്നതിന് മുമ്പ് ചിലപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെസ്റ്റ് ടു സീ വിത്ത് ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാവും. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ പറയുന്നത് നമ്മളൊരു ജനറേറ്റഡ് മെട്രിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ജനറേറ്റഡ് മെട്രിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ജനറേറ്റഡ് പോളിനോമിയൽ തന്നിട്ടുണ്ട്. സോ ദാറ്റ് വിൽ ബി ജി ഓഫ് പി ഇസ് ഈക്വൽ ടു പി ക്യൂബ് പ്ലസ് പി സ്ക്വയർ പ്ലസ് 1 തന്നിട്ടുണ്ട്. സൈക്ലിക് കോഡ് 7,4 ആണെന്ന് പറയുന്നുണ്ട്. സോ എന്നിൻ്റെ വാല്യൂ 7ഉം കെയുടെ വാല്യൂ 4ഉം ആണ്. സോ ക്യൂയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഇത് മനസ്സിലാക്കാൻ പറ്റും. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫസ്റ്റ് റോ എലമെൻ്റ് ആണ് എഴുതേണ്ടത്. സോ നമ്മൾ ജനറേറ്റഡ് മെട്രിക്സ് ഇതാണ് ഫോർമാറ്റ്. സോ അത് ടോട്ടൽ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്താണ് എഴുതുന്നത്. ആ ഷിഫ്റ്റ് ചെയ്ത് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം കാണിക്കാം. സോ നമ്മൾ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ പി റേസ് ടു ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് എഴുതണമെന്ന് നമ്മൾ പറഞ്ഞു. സോ അതാണ് ഇവിടെ ഫസ്റ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പി റേസ് ടു ക്യൂ എന്നുള്ള രീതിയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് വന്നത് അങ്ങനെയാണ്. സോ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് തന്നെ നമ്മളൊരു ജനറേറ്റഡ് മെട്രിക്സ് അനലൈസ് ചെയ്യുക. സോ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയുന്നതാണ് ഇറ്റ് വിൽ ബി കെ റോസ് ആൻഡ് എൻ കോളംസ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്, കെ റോസ് ആൻഡ് എൻ കോളംസ്.
അപ്പോൾ ഇവിടെ ഞാൻ ഒരു ജനറേറ്റർ മെട്രിക്സ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുകയാണ്. ഇപ്പോൾ ജി ഓഫ് പി എന്ന് എഴുതുവാണെങ്കിൽ അപ്പോൾ ഞാനിവിടെ ഒരു വലിയൊരു മെട്രിക്സ് സങ്കല്പിക്കുന്നു. ഞാനിവിടെ ഏതാണ് ആദ്യം മനസ്സിൽ കാണേണ്ടതെന്നുള്ളതാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് കെ ബൈ എൻ ആണ്. സോ കെ എന്ന് പറയുന്നത് ഇവിടെ കെ ബൈ എൻ ആയതുകൊണ്ട് ഈ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. ബൈ എൻ എന്ന് പറയുന്നത് വാല്യൂ 7 ആണ്. ഇങ്ങനെ എടുത്തെഴുതുന്നത് അറിയാനാണ്. സോ ടോട്ടൽ 7 ആണ്. സോ 7 എന്ന് പറയുമ്പോൾ നമ്മൾ പി റേസ് ടു ഫോം എഴുതും. പി റേസ് ടു n മൈനസ് 1 ആണ് ആദ്യം എഴുതേണ്ടത്. സോ പി റേസ് ടു 6, p raised to 5, p raised to 4, p raised to 3, p raised to 2, p raised to 1, പിന്നെ p raised to 0 എന്നുള്ളതാണ്. ഇത്രയാണ് എലിമെന്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ഞാൻ അപ്പം മുകളിലത്തെ മായ്ക്കുകൊണ്ട് ഐ ഹോപ്പ് ഇവിടെ സൈഡ് എഴുതിയതുകൊണ്ട് ഇതിപ്പോൾ ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത് ഈ ജനറേറ്റഡ് പോളിനോമിയൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ജനറേറ്റർ പോളിനോമിയൽ നമ്മൾ അതനുസരിച്ച് ഓരോന്ന് ഷിഫ്റ്റ് ചെയ്ത് എഴുതാനാണ്. സോ ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് കെ റോസ് ആണ് ഉള്ളത്. 4 റോസ് ആണ് വരുന്നത്. അതായത് ഇവിടെ ഒന്ന് വരും, ഇവിടെ ഒന്ന് വരും, ഇവിടെ ഒന്ന് വരും, ഇവിടെ ഒന്ന് വരും. സോ അത് നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഫസ്റ്റ് ജനറേറ്റർ മെട്രിക്സ്, അതായത് റോ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേറ്റർ മെട്രിക്സ് എന്താണോ ആ ജനറേറ്റർ മെട്രിക്സ് എന്നുള്ള പോളിനോമിയൽ എന്താണോ അതിന് ഇൻറ്റു പി റേസ് ടു ക്യൂ എന്നുള്ള രീതിയിൽ ചെയ്യുക. ഇപ്പോൾ ക്യൂ എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ 3 ആണ്. സോ ഫസ്റ്റ് റോ നമ്മൾ ചെയ്യേണ്ടത് പി റേസ് ടു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് റോ നമ്മൾ ചെയ്യേണ്ടത് പി റേസ് ടു ക്യൂ മൈനസ് 1 എന്നുള്ള രീതിയിൽ ചെയ്യുക. ക്യൂ മൈനസ് 1 അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഞാൻ ജസ്റ്റ് ഇത് മാറ്റി എഴുതാം. അതിനനുസരിച്ച് താഴെ കുറച്ച് എഴുതി പോയാൽ മതി. അതാണ് ഒരു ബേസിക് ഫോം. ക്യൂ p3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ പി റേസ് ടു 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് നമ്മൾ എഴുതേണ്ട R3 R4 എന്ന് പറഞ്ഞ ഒരു കോളത്തിൽ എഴുതുക. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ജനറേറ്റഡ് പോളിനോമിയലാണ്. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇതാണ് നമ്മൾ അടുത്തുള്ള ഫോം. സോ എപ്പോഴും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതലുള്ള ഒരു ആൽഫബറ്റ് റീജിയൻ വരാൻ പോകുന്നത് നമ്മൾ ഇതിലായിരിക്കും. കാരണം നമ്മൾ ഈ ജനറേറ്റർ പോളിനോമിയൽ എടുത്ത് നോക്കുവാണെങ്കിൽ ജി ഓഫ് പി ഈസ് ഈക്വൽ ടു പി ക്യൂ പ്ലസ് പി സ്ക്വയർ പ്ലസ് 1 ആണ്. സോ അതിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ വരുന്നത് പി റേസ് ടു 6 ആണ് ഇവിടെ വരുന്നത്. സോ അത് നമ്മളിവിടെ ഇതേപോലെ നമ്മൾ കണ്ടുപിടിച്ചെഴുതുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്ലിക് കോഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുവാണ്. സോ നമ്മുടെ ജനറേറ്റർ പോളിനോമിയൽ ഇവിടെ എഴുതുവാണെങ്കിൽ ഇറ്റ് വിൽ ബി 1 1 0 1 ആണ്. ഞാൻ ഇതിനെ ഒന്ന് ജസ്റ്റ് എഴുതുവാണെങ്കിൽ 1 1 0 1 എന്നല്ലേ എഴുതുന്നത്. ബട്ട് ജനറേറ്റർ പോളിനോമിയലിന്റെ ഫസ്റ്റ് ടോട്ടൽ എന്ന് പറയുന്നത് ടോട്ടൽ 7 ബിറ്റാണ് വരേണ്ടത്. ഇവിടെ 4 വന്നിട്ടുള്ളൂ. സോ എനിക്കിവിടെ 3 0 ആഡ് ചെയ്താലേ കറക്റ്റ് ആവത്തുള്ളൂ. സോ അതാണ് നമ്മൾ ഏറ്റവും അവസാനം കിട്ടുന്ന ജനറേറ്റർ പോളിനോമിയൽ. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് പി റേസ് ടു 6 പ്ലസ് പി റേസ് ടു 5 പ്ലസ് പി റേസ് ടു 3 ആണ്. അപ്പോൾ പി റേസ് ടു 6 ഉണ്ട്, പി റേസ് ടു 5 ഉണ്ട്, പി റേസ് ടു 4 ഇല്ല, പി റേസ് ടു 3 ഉണ്ട്. ഇത് നമ്മൾ എഴുതി. അടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പി റേസ് ടു 5 പി റേസ് ടു 4 പ്ലസ് പി റേസ് ടു 2 ആയിട്ടുണ്ട്. അപ്പം നമ്മളത് ജസ്റ്റ് എഴുതുവാണെങ്കിൽ വി ആർ ഒബ്റ്റെയിനിങ് ആസ് നമ്മൾ ഇങ്ങനെ കിട്ടും 1 1 0 1. അപ്പോൾ ബാക്കി എല്ലാ എലമെൻറ്റും നമുക്ക് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഇതിനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. സോ അടുത്ത മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും കിട്ടുന്നത് പി റേസ് ടു 4 പി റേസ് ടു 3 പി റേസ് ടു 1 ആണ്. പി റേസ് ടു 4 പി റേസ് ടു 3 പി റേസ് ടു 1 ആണ്. ബാക്കിയെല്ലാം 0 ആണ്. ഇനി നമ്മൾ നേരത്തെ കിട്ടിയ അവസാനത്തെ എലമെൻ്റ് ആണ് ഇത്. സോ ദാറ്റ് വിൽ ബി 1 1 0 1, ബാക്കിയെല്ലാം 0. അപ്പം നമുക്കിപ്പോൾ കിട്ടിയത് ജനറേറ്റർ പോളിനോമിയൽ നമുക്ക് കിട്ടി. അപ്പം വിത്ത് ഒരു ജനറേറ്റർ പോളിനോമിയൽ വെച്ചിട്ട് നമുക്കൊരു ജനറേറ്റർ മെട്രിക്സ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? സ്റ്റെപ്പ് ക്ലിയർ ആയോ? സ്റ്റെപ്പ് ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്ന ആരൊന്നും പറഞ്ഞില്ല. ക്ലിയർ ആയി സാർ. ഓക്കെ,
അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഞാനപ്പോൾ ഇക്വേഷൻ രൂപത്തിലൊന്ന് പറയാം. അതാണ് ഇവിടെ മേളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജനറേറ്റഡ് പോളിനോമിയൽ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ രൂപത്തിലായിരിക്കും വരുന്നത്. സോ വേർ പി ഈസ് ആക്ച്വലി ദ വേരിയബിൾ ദാറ്റ് വി ആർ ഗോയിങ് ടു യൂസ് ഹിയർ. ഈ പി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വേരിയബിൾ ആണ്. അപ്പോൾ അതേപോലെ ഓരോ റോസും മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. മെട്രിക്സ് എന്ന് പറയുന്നത് ഒബ്റ്റെയിനിങ് ഈ സൈഡ് വിത്ത് പി റേസ് ടു ഐ എന്ന് പറയുന്നുണ്ട്. ആൻഡ് പി റേസ് ടു ഐ വേർ ഐ ചേഞ്ചസ് ഫ്രം ക്യൂ വാല്യൂ വെച്ച് ചേഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഓരോ റോവും വെച്ച് പി റേസ് ടു ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ അതെടുത്തത് അങ്ങനെയാണ്. അപ്പോൾ ഇതേപോലെ വെച്ച് നമുക്കൊരു ജനറേറ്റർ മെട്രിക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ പാരിറ്റി ചെക്ക് മെട്രിക്സ് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത് വെച്ച് നമ്മൾ അതിൻ്റെ ഒരു എൻകോഡർ സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ജസ്റ്റ് ഒരു അത്ര രീതിയിൽ കൺഫ്യൂസ് ആവണ്ട. ബിക്കോസ് ഇഫ് യു ആർ ഏബിൾ ടു അനലൈസ് വാട്ട് ഇസ് ജനറേറ്റർ മെട്രിക്സ് ആൻഡ് ഹൗ ടു ഗെറ്റ് ഇറ്റ്, നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. സോ നമ്മളിപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണ് വേണ്ടതെന്നാണ് ആദ്യം അറിയേണ്ടത്. സോ നമുക്ക് ടോട്ടൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാനിത് മായ്ക്കുവാണ്. ഓക്കെ അല്ലേ? നമുക്കിപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോഡ് വെക്ടർ ആണെന്ന് വിചാരിക്കാം. സോ ഇവിടെ നമ്മൾ കോഡ് പോളിനോമിയലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ കോഡ് പോളിനോമിയൽ ആകുമ്പോഴത്തേക്ക് നമുക്കത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചത് എന്നും ജിയും വെച്ചാണ്. അത് രണ്ടും പോളിനോമിയൽ ആയതുകൊണ്ട് ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്തത്. സോ അതിന് നമുക്ക് മെസ്സേജ് ബിറ്റ്സ് വേണം. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ജനറേറ്റർ മെട്രിക്സിൻ്റെ ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ടു ചാനൽ. ചാനൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ചാനൽ കോഡിംഗ് ആണ്. സോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ചാനലാണ്. ചാനൽ വരുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടത് അതിൻ്റേതായിട്ടുള്ള ചെക്ക് ബിറ്റ്സ് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ജസ്റ്റ് തൊട്ട് മുമ്പ് നമ്മൾ ചെക്ക് ബിറ്റ്സും മെസ്സേജും വെച്ചിട്ടാണ് നമ്മൾ എക്സ് കണ്ടുപിടിച്ചത്. എക്സ് ആണ് നമ്മളെ കോഡ് വെക്ടർ. സോ ഇത് ബേസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. നമ്മൾ നേരത്തെ ഈ ഒരു മെസ്സേജ് പോളിനോമിയലും ജനറേറ്റർ മെട്രിക്സും വെച്ചിട്ടാണ് ആദ്യം എക്സ് കണ്ടുപിടിച്ചത്. രണ്ടാമത്തെ നമ്മൾ സിസ്റ്റമാറ്റിക് അപ്രോച്ചിൽ എക്സ് അത് വെച്ചിട്ട് എന്താണോ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ബിറ്റ്സ് കണ്ടുപിടിച്ചു. ആ ചെക്ക് ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ സി ഈസ് ഈക്വൽ ടു എം പി എന്ന രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അതിൽ ആ ചെക്ക് ഏത് മെസ്സേജ് ആണോ നമ്മളിപ്പോൾ എടുത്ത മെസ്സേജ് 0101 ആയിരുന്നു. എന്നിട്ട് നമ്മൾ ചെക്ക് ബിറ്റ്സ് നമ്മൾ റിമൈൻഡർ ഉള്ള രീതിയിലുള്ള ആ ഒരു ഇക്വേഷൻ രീതിയിൽ കോൺസെപ്റ്റ് വെച്ചിട്ട് കിട്ടിയപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ ചെക്ക് ബിറ്റ്സ് 000 ആണ്. സോ എക്സ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബേസിൽ നമ്മൾ സൈക്ലിക് കോഡ് ജനറേറ്റ് എഴുതാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഓരോ എലമെൻ്റ് ആണെന്ന് വിചാരിക്കുക. വേർ വി ആർ മൾട്ടിപ്ലൈങ് ദോസ് എലമെൻറ്റ് വിത്ത് ഓർ എക്സോറിങ് ദാറ്റ് മൾട്ടിപ്പിൾ വിത്ത് എന്ന് പറയാം. അപ്പോൾ ഇതിൽ മെയിൻ ഐഡിയ ഈസ് ദാറ്റ് നമ്മൾ ജനറേറ്റർ മെട്രിക്സ് നമ്മൾ ഓരോ ഷിഫ്റ്റിംഗ് വെച്ചാണ് എഴുതിയത്. ഓർമ്മയില്ലേ? 1101 അതാണ് ഷിഫ്റ്റ് ചെയ്ത് 1101 വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് 1101 എന്ന് ഷിഫ്റ്റ് ചെയ്ത് എഴുതി. അപ്പോൾ അങ്ങനെ വരുന്നപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണ് നമ്മളിവിടെ R0, R1, R2, RQ-1 എന്നുള്ള രീതിയിൽ നമ്മൾ പോയത്. ഓക്കെ, അപ്പോൾ അതിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള നമ്മൾ റിമൈൻഡർ എന്ന് പറയുന്ന ഒരു ബേസ് ചെയ്തിട്ട് നമ്മൾ സി കണ്ടുപിടിച്ചു. സോ വിത്ത് ദാറ്റ് ജനറേറ്റഡ് പോളിനോമിയൽ we are obtaining that particular C, and with that particular C we are appending with that particular message symbol to get that X. ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ നമ്മൾ ഫസ്റ്റ് തന്നിരിക്കുന്ന ആ ജനറേറ്റർ മെട്രിക്സിൻ്റെ ആദ്യത്തെ വാല്യൂ ഷിഫ്റ്റ് ചെയ്യുക, അത് രണ്ടാമത്തിലോട്ട് കൊണ്ടുപോവുക, വീണ്ടും ഷിഫ്റ്റ് ചെയ്യുക, രണ്ടാമത്തിലോട്ട് കൊണ്ടുപോവുക, അങ്ങനെ G⁻Q-1 എന്നുള്ള രീതിയിൽ അത്രയും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ക്യൂവിൻ്റെ വാല്യൂ 3 ആയത് കാരണം നമ്മൾ Q3, Q2, Q എന്നുള്ള രീതിയിൽ ഇതിനെ നമ്മൾ ആ ഒരു രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്തു. സോറി, അവിടെ Q അല്ല, ക്യൂവിൻ്റെ വാല്യൂ 3 ആണ്. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത PQ, P2, P1 എന്ന് പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്ത് അവസാനം G മാത്രം കിട്ടി. P0 G. ഇവിടെ എല്ലാം G ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ കിട്ടിയത്. അപ്പോൾ ഈ G അവസാനം നമ്മൾ P കൊണ്ട് 0 എന്ന് മൾട്ടിപ്ലൈ ചെയ്തത്. സോ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ഷിഫ്റ്റഡ് ലൈക്ക് ഒരു മേ ബി ഒരു എത്ര ടൈംസ് പറയാം,
ഒരു 3 ടൈംസ് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറയാം. അല്ലല്ല 4 ടൈംസ് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറയാം. കാരണം നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ വി ഹാവ് ഷിഫ്റ്റഡ് ഫ്രം 0 to 3 ടൈംസ് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. സോ ദർ വി ഹാവ് ഷിഫ്റ്റഡ്. നമുക്ക് ആദ്യം ഒരു ഷിഫ്റ്റ് ഇല്ലാതെ എഴുതി. ആ ഷിഫ്റ്റ് ഇല്ലാതെ എഴുതിയതിനെ നമുക്ക് R0 എന്ന് പറയാം. പിന്നെ ഷിഫ്റ്റ് ചെയ്ത് എഴുതിയത് എനിക്ക് R1 എന്ന് പറഞ്ഞ് എഴുതാം, R2 എന്ന് പറയാം. അങ്ങനെ അവസാനം നമ്മൾ R⁻⁴ എന്നുള്ള രീതിയിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് എഴുതി. ആ ഷിഫ്റ്റ് ചെയ്ത് എഴുതിയെന്ന് പറഞ്ഞാൽ ഈ ഇത്രയും സിഗ്നിഫിക്കേഷൻസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ഈ ഒരു കോളമാണ്. അതായത് ഇതിന് നമ്മൾ ഓരോ ഷിഫ്റ്റ്, ഇവിടുത്തെ ഓരോ ഷിഫ്റ്റ്, ഈ ഷിഫ്റ്റും ഈ ഷിഫ്റ്റും ഈ ഷിഫ്റ്റും ഈ ഷിഫ്റ്റും നമ്മൾ സിഗ്നിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഒരു ലോജിക്ക് കൊണ്ടുവരുന്ന ഈ ഒരു ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് കൊണ്ട് ഈ ഒരു G1 വാല്യൂവിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നുള്ള സിഗ്നിഫിക്കൻസ് ആണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. അത്രയും ഷിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ജനറേറ്റഡ് മെട്രിക്സിൻ്റെ ഡേറ്റയും പിന്നെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത എന്നും ആ ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ലോജിക്കുമാണ് നമ്മൾ ബേസ് ചെയ്ത് ഓരോരോ ഷിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആ ഒരു ഷിഫ്റ്റിങ്ങിൻ്റെ ഉള്ള എല്ലാ കാര്യവും ഇവിടെയാണ് വരുന്നത്. സോ വി ആർ ഗെറ്റിംഗ് ദിസ് പർട്ടിക്കുലർ G. ആ G കിട്ടിയതിന് ശേഷം വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഫ്രം ഐദർ ദിസ് ഇക്വേഷൻ, ലൈക്ക് നമ്മൾ x is equal to m into g into p എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാം. അതിനൊന്ന് സിഗ്നിഫിക്കേഷൻ ചെയ്യാനാണ് നമ്മൾ x in terms of m and c എന്നുള്ള രീതിയിൽ കൂടെ പറഞ്ഞിട്ട് നമ്മൾ ആ ഔട്ട്പുട്ട് വി ആർ ഗെറ്റിംഗ് ദിസ് ചെക്ക് വിത്ത് c അക്കോർഡിംഗ്ലി ഫോർ ഈച്ച് മെസ്സേജ്. ഇവിടത്തുള്ള ഈച്ച് മെസ്സേജ് ഏതാണ് കറസ്പോണ്ടിങ് സി കിട്ടിയിരിക്കുന്നത്, ആ ചെക്ക് ബിറ്റ്സും അതിൻ്റെ കറസ്പോണ്ടിങ് മെസ്സേജ് ബിറ്റ്സും കൂടെ അപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിലോട്ട് വരുന്നത്. ഓക്കെ ആണോ? സോ ടു സിംപ്ലിഫൈ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ഷിഫ്റ്റിങ്ങിനെ നമുക്ക് ഈ ഒരു ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൽ കൂടെ പറയുന്നു. പിന്നെ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി the combination of the check bits and the message bits appended to each other. അതാണ് നമ്മൾ ഈ ഫൈനലി എൻകോഡറിൽ എഴുതുന്നത്. ചെറുതായിട്ട് ഓക്കെ ആയോ? So for decoding cycle code also we are employing syndrome. Syndrome ആണെങ്കിൽ ഓൾറെഡി നമുക്കറിയാം that x into h of t is equal to 0 and y of h of t should be also equal to 0, then both x equal to y എന്ന് പറയാം. And if x is not equal to y, then y into h transpose will not be equal to 0. But we know that y plus the error e, XOR error e is equal to നമുക്ക് x എന്ന് പറയാം, or x equal to the error plus y എന്ന് വേണമെങ്കിലും പറയാം. സോ അങ്ങനെ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ ഈ y എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഇതിനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ we can say that it is be error XOR x into h of t is equal to അല്ലെങ്കിൽ not equal to 0 എന്ന് പറയുന്നു. But if you are making it e into h of transpose will be not equal to 0, where x into h transpose is equal to 0 നമുക്ക് already അറിയാം. So e into h transpose is not equal to 0. So this element we can call that as a syndrome S എന്ന് പറയുന്നത്. Just ഒന്ന് റീക്യാപ്പ് ചെയ്തേ ഉള്ളൂ. സോ എസ് എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ക്യൂബിറ്റ്സ് ആയിരിക്കും. ആ ക്യൂബിറ്റ് സൈസിലുള്ള ഒരു എറർ. അപ്പം നമ്മൾ ഓൾറെഡി ഒരു എറർ പാറ്റേൺ ഡിറ്റക്ട് ചെയ്യും. ആ എറർ പാറ്റേൺ നമ്മളൊരു ടേബിൾ ഫോമിൽ നമ്മൾ എഴുതും. Correspondingly we will have its syndrome value. A syndrome value എഴുതും. So let's say the first bit error ആണെങ്കിൽ and we are considering 7,4 where n is 7 and k is 4 and q will be equal to 3. So let's say that if I'm taking the first bit as error, then if this is a error pattern, then let's say that the corresponding syndrome I got was 010. അങ്ങനെയാണെങ്കിൽ if through a equation if I am getting this syndrome 101, then we will checking this table we can know that this is the error pattern where this bit is being at error. അതേപോലെ അടുത്ത ഒരു ബിറ്റ് വരുന്നത് ഫസ്റ്റ് ബിറ്റ് ബീങ് എറർ, സെക്കൻഡിൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് ഇത് 01000000 അത് സെക്കൻഡ് ബിറ്റായി. അതിൻ്റെ സിൻഡ്രോം കിട്ടിയത് ലെറ്റ്സ് സേ ഇറ്റ്സ് 101 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന സിൻഡ്രോം 110 ആണെങ്കിൽ ബൈ ചെക്കിംഗ് ദിസ് പെർട്ടിക്കുലർ
factor with error pattern, we know that the second bit is in error. അപ്പോൾ ആ ഒരു ഡിറ്റക്ട് ഈ ഒരു പാറ്റേൺ ഡിറ്റക്ടർ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ആൻഡ് സിൻഡ്രോം രജിസ്റ്റർ ഇസ് ആക്ച്വലി ദ കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ് തിങ്സ്. ഈ ഒരു ടേബിൾ ആണ് സിൻഡ്രോം രജിസ്റ്റർ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ we can relate with what is a pattern that has been related with. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. സോ നമ്മൾ റിസീവ്ഡ് സിമ്പിളിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും. റിസീവ്ഡ് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിൻഡ്രോം ചെക്ക് ചെയ്യും. സിൻഡ്രോം ചെക്ക് ചെയ്തിട്ട് എറർ പാറ്റേൺ കൂടെ ചെക്ക് ചെയ്യും. എറർ പാറ്റേൺ ചെക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ ഈ ബഫർ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നിരിക്കുന്ന റിസീവ്ഡിനെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കാണ് ഫോർ ഫർദർ കറക്ഷൻ. അപ്പോൾ ഇതിൽ കിട്ടുന്ന ഡേറ്റ എന്താണോ അത് തിരിച്ചു പോയി ഇവിടെ എറർ പാറ്റേൺ വെച്ചിട്ട് ആ എറർ പാറ്റേൺ ഏതാണോ ആ പാറ്റേൺ ആയിരിക്കും പ്ലസ് ഈ റിസീവ്ഡും കൂടെ ചെയ്യുന്നത്. സോ റിസീവ്ഡ് y ആണെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു എറർ പാറ്റേൺ കൂടെ നമ്മൾ ചെയ്യും. എറർ പാറ്റേൺ ഫുള്ള് 0 ആണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇല്ല എറർ പാറ്റേൺ ഈ സെക്കൻഡ് എറർ പാറ്റേൺ ആണെങ്കിൽ അതിനെയും ഇതും എക്സോർ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വി ഓൾറെഡി നോ ദാറ്റ് നമ്മൾ വൈയും എററും ഉണ്ടെങ്കിൽ അത് നമുക്ക് എക്സ് തന്നെ കിട്ടും. സോ വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് ആക്ച്വൽ എക്സ് വിച്ച് ഈസ് ആക്ച്വലി ട്രാൻസ്മിറ്റഡ്. അതാണ് നമ്മുടെ ഇവിടെ ഉള്ള മോസ്റ്റ്ലി ഒരു കാര്യം. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഒരു എറർ ഡീകോഡർ ദാറ്റ് ഓഫ് സൈക്കിൾ കോഡ് വർക്ക് ചെയ്യുന്നത്. സിമിലർ ദാറ്റ് ഓഫ് നേരത്തെ പഠിച്ച ഹാമിംഗ് കോഡ് തന്നെയാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് പോകുന്നത്. സോ അടുത്ത ഒരു വൺ ഓഫ് ദ ഒരു ഇമ്പോർട്ടൻറ്റ് കോഡാണ് നമ്മൾ BCH കോഡ്. ഫുൾ കോഡുണ്ട്. സോ അതൊരു സൈക്ലിക് കോഡ് തന്നെയാണ്. പക്ഷെ അതിലുള്ള കണ്ടീഷൻ എന്താണ്? ഇത് ഇത്ര അറിഞ്ഞിരിക്കുക ഒരു ബേസിക്കലി ഓവറോൾ. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇത് എടുക്കുക. ഇഫ് വി ആർ കൺസിഡറിങ് ഇനി ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒരു BCH കോഡ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതാണ് നോക്കുന്നത്. സോ നമുക്കൊരു ആർബിട്രറി ആയിട്ട് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് കോഡിലെ ലെന്ത് n is equal to 2 raised to m minus 1. ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്പർ ഓഫ് മെസ്സേജ് എന്ന് പറയുന്നത് ദാറ്റ് k ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n minus mt. അപ്പം ഇതിൽ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ വി ഹാവ് എ പെർട്ടിക്കുലർ ഇൻറ്റിജർ കോർ m. That m is both related with the block size n and k with the following relation. But ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ m-ന്റെ വാല്യൂ എപ്പോഴും 3 കൂടുതലായിരിക്കണം. സോ നമുക്കൊരു BCH കോഡ് കിട്ടണമെങ്കിൽ നമ്മുടെ m-ന്റെ വാല്യൂ 3 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുക. ഒരു n-ന്റെയും ഒരു k-യുടെ വാല്യൂ കിട്ടും. സിമിലർലി നമുക്ക് m-ന്റെ വാല്യൂ 4 എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ സിമിലർലി വി ഗെറ്റ് n-ന്റെയും k-യുടെ വാല്യൂ കിട്ടും. ആൻഡ് ദിസ് t is number of which that can be corrected ആണ്. S എന്ന് പറയുന്നത് ഡിറ്റക്റ്റഡ് ആണ്, T എന്ന് പറയുന്നത് കറക്റ്റഡ് ആണ്. So if you are going to look for, let's say that I am taking m is equal to 3 എന്ന് എടുക്കാം. So n-ന്റെ വാല്യൂ എത്ര വരും? 8 minus 1 7 വരും. അതേപോലെ k-ന്റെ വാല്യൂ എത്ര വരും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, let's say that I can correct up to 1 bit എന്ന് പറയാണ്. എറർ 1 bit വരെ കറക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എത്ര കിട്ടും? 7 മൈനസ് m-ന്റെ വാല്യൂ എത്രയാണ്? 3 ഇൻറ്റു 1. അപ്പോൾ എത്ര കിട്ടി? 4 കിട്ടി. സോ നമുക്കുള്ള സൈക്ലിക് കോഡ് ദാറ്റ് ഇസ് BCH കോഡാണെന്ന് പറയാം. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? 7,4 ആയിരിക്കും. ഓക്കെ ആണോ? പിന്നെ അതേപോലെ നമ്മൾ D മിനിമം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതാണ് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2t + 1 ആണ്. സോ 2t + 1 എന്ന് പറയുമ്പോൾ ടിയുടെ വാല്യൂ ഞാൻ ഇവിടെ ഓൾറെഡി അസ്യൂം ചെയ്ത് 1 ആണ്. സോ ദാറ്റ് വിൽ ബി D minimum should be greater than or equal to 3 എന്ന് കിട്ടും. സോ we can find out the basic things or idea behind the cyclic code. ഇത്രയും കിട്ടും ഒരു ഐഡിയ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു. സോ അതേപോലെ നമുക്ക് റീഡ് സോളമൻ കോഡ് ഉണ്ട്. റീഡ് സോളമൻ കോഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇക്വേഷൻ ബേസ് ചെയ്ത് തന്നെയാണ്. ബട്ട് കുറച്ച് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റീഡ് സോളമൻ കോഡ് കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ടോട്ടൽ എന്ന് പറയുന്നത് ഒരു നമ്പർ ഓഫ് സിമ്പിൾസ് തന്നെയാണ്. k എന്ന് പറയുന്ന ഇൻഫർമേഷൻ ആണ്. എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ,
ഫോണിൽ പറ്റി. പിന്നെ ബ്ലോക്ക് കോഡ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ബ്ലോക്ക് കോഡ്. n എന്ന് പറയുന്നത് 2m ആണ്. m നമ്മൾ നേരത്തെ പറഞ്ഞു, m എന്ന് പറഞ്ഞാൽ m ബിറ്റ്സ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സോ അതിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിക്വയർഡ് ആയിട്ടുള്ള n കിട്ടും, അതേപോലെ റിക്വയർഡ് ആയിട്ടുള്ള q കിട്ടും. അത് വെച്ച് നമുക്ക് k കണ്ടുപിടിക്കാം, ഒരു k വെച്ച് നമുക്കത് കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഈ സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇഫ് ഐ ടേക്ക് ദ സിമ്പിൾ ആസ് 0 1 0 എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ അത് ബേസ് ചെയ്ത് നമുക്ക് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം 2⁻⁻1. അപ്പം 2⁻⁻1 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത് കിട്ടുന്നത് 2⁻3 2⁻8⁻1, സോ 8⁻1 7 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ, പിന്നെ നമ്മൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ഈ DC കമ്മ്യൂണിക്കേഷന് അതിലെല്ലാം ചിലപ്പോൾ ഒരു ബ്ലോക്ക് കണ്ടു കാണും. ഏതെങ്കിലും ഒരു സിമ്പിൾ വരുമ്പോഴത്തേക്ക് ഇന്റർലീവിങ് അതേപോലെ ഇങ്ങനെ വന്നിട്ട് FEC എന്ന് പറഞ്ഞൊരു ടേം കാണും. ഇപ്പോൾ FEC എന്ന് പറഞ്ഞാൽ ഫോർവേഡ് എറർ കറക്ഷൻ ആണ്. അതൊരു എറർ കറക്ഷൻ ടെക്നിക്കാണ്. അതായത് ബിറ്റ്സിൻ്റെ എറർ വന്നു കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ CD ഡ്രൈവിൽ CD നിങ്ങൾ റൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുറേ സർക്കിൾ ലൈൻസ് ഇങ്ങനെ കാണാൻ പറ്റും. റൈറ്റ് ചെയ്തത് ചില കളർ വ്യത്യാസം കാണും. ഇവിടെ ഒരു ഏരിയയിൽ ഇത്രയും കളർ കാണും, അതായത് ഇത്രയും റൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്രയും ഡാർക്കർ പോർഷൻ റൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ CD റൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഇജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എറർ അടിക്കും. എറർ അടിച്ച് കഴിഞ്ഞാൽ CD ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും പറയും ഇറ്റ് ഈസ് നോട്ട് ഒരു എറർ വന്നിട്ടുണ്ട്. ആ എറർ പറയുന്നത് CRC എററാണ്, സൈക്ലിക് റിഡൻഡൻസി ചെക്ക് എന്ന് പറയും. അതേപോലെ തന്നെ വേറെ ചെക്ക്. അപ്പോൾ ഇതൊക്കെ എറർ വരുന്നത് ഈ ഒരു പാരിറ്റി ബിറ്റ് അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എറർ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ CRC ചെക്കാണ് CD യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ CRC ഫോർവേഡ് എറർ കറക്ഷൻ അങ്ങനത്തുള്ള രീതിയിൽ ബേസിസിലാണ് നമുക്ക് ഒരു എറർ ചെക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്. ഈവൻ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ WinRAR അല്ലെങ്കിൽ നമ്മൾ WinZip അതിൽ ഫയൽ സിപ്പ് ചെയ്ത് പാസ്വേഡ് എൻക്രിപ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പാസ്വേഡ് കറക്റ്റ് അല്ലെങ്കിൽ അതിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ചെക്സം. ചെക്സം എന്ന് പറഞ്ഞാൽ അനദർ കോൺസെപ്റ്റ് ആണ്. അത് ഒരു പാരിറ്റിയുടെയും ചെക്ക് ചെയ്ത് അതിൻ്റെ ടോട്ടൽ സം വാല്യൂ നമ്മളൊരു ലൊക്കേഷനിൽ സേവ് ചെയ്ത് വെച്ചേക്കും. സോ അത് കറക്റ്റ് ആ ഒരു കീ വെച്ച് എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴേ ഈ ഒരു ചെക്സം കിട്ടത്തുള്ളൂ. കീ തെറ്റുവാണെങ്കിൽ ആ ചെക്സം തെറ്റായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഓരോ കീ വാല്യൂവിനും ഓരോ ചെക്സം ആയിരിക്കും. സോ കീവേഡ് അടിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് ഈ ചെക്സം ഈക്വൽ ആണോ എന്നാണ് നോക്കുന്നത്. സോ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കറക്റ്റായിട്ട് ആ എറർ ഉണ്ടോ ഇല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതേപോലത്തെ ഉള്ള ഒരു സോഴ്സ് കോഡിങ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കോഡിങ്ങിൽ ആദ്യം എറർ ഇല്ലാന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കറക്ഷൻ ടെക്നിക്കാണ് നമുക്ക് വേണമെങ്കിൽ ഫോർവേഡ് എറർ കറക്ഷൻ എന്ന് പറയാം. സോ അതിൽ ഈ ബേസിക്കായിട്ട് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഇവിടെ പറയുന്നത് നമ്മൾ ആവറേജ് ഒരു ട്രാൻസ്മിഷൻ എടുക്കുമ്പോൾ ടോട്ടൽ ബിറ്റ് റേറ്റ് വളരെ ചെറുതായിരിക്കും, എറർ ചെറുതായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ലെറ്റ്സ് സേ ദാറ്റ് ഐ ആം ട്രാൻസ്മിറ്റിംഗ് 10⁻⁷ ബിറ്റ്സ് ആൻഡ് ഔട്ട് ഓഫ് ദാറ്റ് 1 ഇസ് എറർ എന്ന് പറയുമ്പോൾ നമുക്ക് 1/10⁻⁷ എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി വരുന്നത്. ഓക്കെ, സോ ആ ഒരു ഇതാണ് ഒരു ബേസിക് ഐഡിയ. സോ സപ്പോസ് ഇഫ് ഐ സേ ദാറ്റ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫോർ എവറി 10⁻⁷ ബിറ്റ്സ് ഓൺലി 1 ബിറ്റ് ഗെറ്റ് എറർ. അതൊരു ജസ്റ്റ് ഒരു എററാണ്. നേരെ മറിച്ച് നമ്മൾ ഈ ലൈറ്റ്നിങ് ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ചീത്ത നമ്മൾ ചിലപ്പോൾ ഊരിയൊക്കെ ഇടും. അപ്പം അങ്ങനെ വരുമ്പോൾ ഒറ്റ നേച്ചർ സഡൻ ഒരു അബ്രപ്റ്റ് അല്ലെങ്കിൽ ബസ്റ്റായിട്ട് കുറേ ബിറ്റ്സ് എററായി പോകുന്നതിന് നമുക്ക് ബസ്റ്റ് എറർ എന്ന് പറയാം. അപ്പോൾ ഒരു റീജിയനിൽ കുറേ ലാർജ് ഓഫ് ഏരിയ ബിറ്റ്സ് നമ്മൾ എററായി പോകുന്നതിനാണ് ബസ്റ്റ് എറർ എന്ന് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറ്റിക്, അതായത് നമ്മൾ ലൈറ്റ്നിങ് പറഞ്ഞ പോലെ ആ രീതിയിലുള്ള കോസസ് റേഡിയോ ട്രാൻസ്മിഷനിൽ പെട്ടെന്ന് എറർ ഉണ്ടാവാം. ഒരു വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനിപ്പം മൈക്കിൽ സംസാരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മൈക്കിൽ സംസാരിക്കുമ്പോൾ തൊട്ടടുത്ത് ഫോൺ അടിക്കാൻ പോകുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റാറ്റിക് ഇത് വരത്തില്ലേ, ആ രീതിയിൽ അത് ഉണ്ടാവാം. അപ്പം അങ്ങനത്തെ ഉള്ള രീതിയിലുള്ള എറർ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് പറയുന്നതാണ് ബ്ലോക്ക് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ കൺവല്യൂഷൻ ഇൻ്റർവ്യൂ. ബ്ലോക്ക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഡയഗ്രാം. നമ്മൾ ഓരോ ബ്ലോക്കായിട്ട് അയക്കും. ആ ബ്ലോക്കായിട്ട് അയച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു പാരിറ്റി ബുക്ക് ചെക്ക് ബുക്കിച്ച് കാണും. അപ്പോൾ അത് ബേസ് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അതിനെ
എറർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതൊരു എഫക്റ്റീവ് വേ ആണ്. എന്തായാലും ഞാനിത് അയച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ടിച്ച് വായിച്ച് നോക്കുക. എന്തായാലും നമ്മളിപ്പോൾ പഠിപ്പിച്ച് തുടങ്ങിയിട്ട് കറക്റ്റ് 1 മണിക്കൂറായി. സോ നമ്മൾ മെയിൻലി ആ ഒരു മോഡ്യൂൾ 5 ഏകദേശം കഴിഞ്ഞു.